ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയ ബീച്ചിലാണ്. ഞാനും ഈപ്പനും ജിഷ്ണും കൂടിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈപ്പൻ ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിലൂടെ ചാടി. ജിഷ്ണു വെള്ളത്തിലിറങ്ങാനുള്ള പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണം, അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുക. പുതിയ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നാൽ 2 രാജ്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന് നമ്മൾ നിൽക്കുന്ന ബഹ്റിനും, 2 ഓപ്പോസിറ്റുള്ള സൗദിയും. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ദ്വീപാണ്. ഞാൻ ആദ്യം കരുതിയിരുന്നത് ബഹ്റിൻ കോസ്റ്റ് വേ ആണെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇതൊരു പ്രൈവറ്റ് ദ്വീപാണ്. ഇതിലോട്ട് നമുക്ക് റോഡ് മാർഗമോ ബ്രിഡ്ജ് വഴിയോ ഒന്നും എത്താനുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ല. നമുക്ക് ബോട്ട് സർവീസ് മാത്രം വഴിയാണ് ഈ ദ്വീപിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ അങ്ങ് ദൂരെ കാണുന്നത്, ചെറുതായിട്ട് കാണുന്നത് ബഹ്റിൻ കോസ്റ്റ് വേ ആണ്, ബ്രിഡ്ജാണ്. സൂം ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട്, പക്ഷെ നല്ല പൊടിക്കാറ്റായത് കൊണ്ട് ശരിക്കും ക്ലിയറായിട്ട് കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്ത് കാണുന്നത് സൗദിയാണ്. സൂം ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല, നല്ല പൊടിക്കാറ്റായിരുന്നു. നേരത്തെ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇത്തിരി ലേറ്റായി. സൺസെറ്റും കാര്യങ്ങളെല്ലാം ഓൾറെഡി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല. ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയതുകൊണ്ടാണ് ഇറങ്ങാൻ പറ്റാഞ്ഞത്. ഈപ്പൻ വന്നപ്പോൾ തന്നെ വെള്ളത്തിൽ ചാടി അർമാദിക്കുക. ഈപ്പന് നല്ലോണം നീന്താനും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അതുകൊണ്ട് പുള്ളി കുറേ ദിവസം പറയുന്നു പോയി വെള്ളത്തിൽ ചാടണമെന്ന്. അതുകൊണ്ടാണ് നാളെ ലീവായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ബീച്ചിലോട്ട് വന്നത്. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് പോസ് ചെയ്തിരുന്നതാണ്. സൺസെറ്റൊക്കെ ഇല്ലാത്തത് കൊണ്ട് അത്ര എന്താ പറയുക സെറ്റായിട്ട് വീഡിയോസൊന്നും കിട്ടിയില്ല. എന്നാലും ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാനും ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിലോട്ട് ഇറങ്ങി. ജിഷ്ണു മുകളിലിരുന്ന് കളിയാക്കുകയായിരുന്നു നീന്തലറിയാത്തതുകൊണ്ട് ഞാൻ മുങ്ങിപ്പോകുന്നത്. പക്ഷേ ഇവിടുത്തെ വെള്ളം നല്ല ക്ലിയർ ആയതുകൊണ്ട് നമ്മുടെ കാലും മണലും ഒക്കെ നമുക്ക് നല്ലോണം കാണാമായിരുന്നു. അപ്പോൾ പേടിക്കാണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഫാമിലി ആയിട്ട് വന്നാലും കുട്ടികളായിട്ട് വന്നാലും നമുക്ക് എന്താ പറയുക റിസ്ക് ഇല്ലാണ്ട് വെള്ളത്തിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഞാനൊരു 20 മീറ്റർ ഡിസ്റ്റൻസിലോട്ട് 20-ന് മുകളിൽ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ശരിക്കും ഇറങ്ങി. ഞാൻ ഈപ്പനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിരുന്നു എവിടെയാണ് നിലയില്ലാത്തതെന്ന്. അതിപ്പോൾ ഈപ്പൻ കാണിക്കുന്ന അവിടെയാണ് നിലയില്ലാത്തത്. അവിടെയും വരെ നമ്മുടെ ചെസ്റ്റിനത്രയാണ് നമുക്ക് വെള്ളം ഉള്ളൂ. ഞാനും ഈപ്പനെ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് എന്താ പറയുക, എനിക്ക് നീന്താൻ അറിയില്ല, ഞാൻ വരുന്നത് മുട്ടൂത്തി വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ ചെറിയ കുട്ടികൾക്ക് പോലും ഇവിടെ വന്ന് നീന്താം. ഇതിപ്പോൾ ഫോൺ വെള്ളത്തിൽ വെച്ച് റിസ്ക് എടുത്തുള്ളൊരു ഷൂട്ടാണ്. ഈപ്പൻ അവിടെ നിന്ന് നടന്ന് കയറി വരുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചതാണ്. അടിപൊളി സീനറി ആയിരുന്നു. അധികം ഓളമില്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഈപ്പൻ കുളിയൊക്കെ അവസാനിപ്പിച്ച് വെള്ളത്തിൽ നിന്ന് കയറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത നല്ല ക്ലിയറാണ്, കണ്ണീര് പോലെ. കണ്ടോ എൻ്റെ കാലൊക്കെ വെള്ളത്തിനടിയിൽ. ഇത് കൈ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ക്ലാരിറ്റി നോക്കിയേ. ഇത് ഓൾറെഡി ഇരുട്ടായിട്ടോ, ഇരുട്ടത്താണ് ഈ ക്ലാരിറ്റി കിട്ടുന്നത്, ക്ലിയറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈപ്പനെ വെള്ളത്തിൽ നിന്ന് കയറിപ്പോയി ഈപ്പനെ ഒന്നുകൂടി വിളിച്ചിറക്കി. ഇവിടെ ഒന്ന് കിടന്നിടൂടെ, അവിടെ നിന്ന് വരുന്നുണ്ട് ഈപ്പൻ. വേറൊന്നിനല്ല, വെള്ളത്തിൻ്റെ ക്ലാരിറ്റി, ആ നിഴൽ വരെ നമുക്ക് അവിടെ വെള്ളത്തിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് കേട്ടോ ഈ ക്ലാരിറ്റി. ഒന്നവിടെ കിടന്നേ, നീങ്ങി കിടക്ക്, ഒന്ന് മുങ്ങ്. അപ്പോൾ അതിനകത്ത് അടി കിടക്കുന്ന വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാനാണ് എനിക്ക്. ദൂരോട്ട് പോകണ്ട, ദൂരെ പോയാൽ നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല, വെട്ടം ഉണ്ടാവില്ല. അവിടെ മുങ്ങി ജസ്റ്റ് ഒന്ന് മുങ്ങി കണ്ടോ. ഒരാളവിടെ മുങ്ങിക്കിടന്നാൽ നമുക്ക് എത്ര ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കരയ്ക്ക് കയറി. ഇത് കരയ്ക്ക് കയറിയതിന് ശേഷം രാത്രിയുള്ള വിഷ്വലാണ്, ഒന്നും പറയാനില്ല. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ആ ദൂരെ കാണുന്നത് നേരത്തെ കാണിച്ച സൗദി ബ്രിഡ്ജാണ്. സൗദി ബ്രിഡ്ജിൽ ലൈറ്റ് ഇട്ടപ്പോൾ കാണാനുള്ള ഭംഗിയില്ലേ ദൂരെ നിന്ന് കാണാനായിട്ട്. നോക്കിയാൽ ഞാൻ സൂം ചെയ്യുമ്പോൾ കാണും, നോക്കിയേ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് നേരത്തെ കണ്ട പ്രൈവറ്റ് ദ്വീപാണ്. നേരത്തെ കണ്ട ബിൽഡിങ്ങില്ലേ അത് പാലസാണോ ഈ ഗസ്റ്റ് ഹൗസാണോ എന്താണെന്ന് നമുക്ക് അറിയില്ല. നേരത്തെ നമ്മൾ ദൂരെ കണ്ട സൗദി, അത് സൂം ചെയ്യുമ്പോൾ നോക്കിക്കോട്ടോ, അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ നമുക്ക് ശരിക്കും കാണാം. പൊടിക്കാറ്റില്ലെങ്കിൽ പകൽ വന്നാലേ ഈ ഫോൺ കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ മൊത്തം കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ പാർക്ക്,
വൈകിട്ടാകുമ്പോൾ അറബികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്നവർ ഫുഡ് കഴിക്കാനിരിക്കാനായിട്ടൊക്കെ ഒരു അടിപൊളി ആംബിയൻസ് ആണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഓടിക്കളിക്കാം. ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതിയാണ് ബുദ്ധിയ ബീച്ച് സെലക്ട് ചെയ്തത്. ഇവിടെ ബീച്ചിലെ ഫോട്ടോസ് എടുക്കാം, അതുപോലെ തന്നെ ഇതുപോലെ ഗ്രീനറിയിലുള്ള ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇതിൻ്റെ പാർക്കിൻ്റെ എൻഡിങ്ങിൽ ഒരു വോളിബോൾ കോർട്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള തൊട്ടിലുകളും കാര്യങ്ങളും എല്ലാം. അതിനടുത്ത് തന്നെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ട്, കുറച്ച് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഫുട്ബോളിൻ്റെ ടെറഫ്. പക്ഷേ ടെറഫിൻ്റെ മാറ്റൊക്കെ ഇത്തിരി മോശമാണ്. എന്നാലും കുട്ടികളെല്ലാം എന്താ പറയുക, ഓടിക്കളിക്കാനും കാര്യങ്ങളൊക്കെ എല്ലാം ഇത് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലുകളും ഈ ഇഴുകി കളിക്കാനുള്ളതെല്ലാം ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലില്ലേ, ബാക്കി എല്ലാ പാർക്കിലും എൻ്റെ ഫ്ലോറും മാറ്റാണ്. ഇവിടെ കുട്ടികൾക്ക് മണ്ണിൽ കളിക്കാനായിട്ട് ബീച്ചായതുകൊണ്ട് അടിപൊളി ആംബിയൻസ് ആണ്. കുട്ടികൾ പുറത്തോട്ട് പോകാനുള്ള ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സേഫായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പാർക്കിങ്. കുറേ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫാമിലീസൊക്കെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു തുടങ്ങി. ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് അവിടെ. അവിടുന്ന് കറക്റ്റ് ചെറിയ സ്നാക്സ് കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്ന വീഡിയോ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. നേരത്തെ കണ്ട പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ കൂടുതൽ ഊഞ്ഞാലുകളും അതിൽ സ്പ്രിങ്ങിൽ ആടുന്ന ടോയ്സും കാര്യങ്ങളെല്ലാം. അപ്പം ബെഹറിലുള്ള എല്ലാവരും മസ്റ്റായിട്ട് വന്നിരിക്കേണ്ട ഒരു ബീച്ചാണിത്. ഫാമിലിയായിട്ടും കുട്ടികളായിട്ടൊക്കെ ഒരു ഈവനിങ് വന്ന് എൻജോയ് ചെയ്യാൻ, ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. അപ്പോൾ ബൈ കൂട്ടുകാരെ.